പരിഷത്തേര് പറഞ്ഞൊരു ഇതുണ്ട്, ഫാനിൻ ചോട്ടിൽ കാറ്റുമതേറ്റങ്ങ് കുത്തിയിരുന്ന് പ്ലാനിൽ കഴിയുന്നോർ കൃഷി എന്തറിയുന്നു. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ നെല്ലേക്കാടുള്ള പല പാടശേഖരങ്ങളും മേൽമണ്ണിൻ്റെ കനം 10 സെൻറ്റിമീറ്റർ. ഇത് മണ്ണാഴപ്പോൾ നമ്മളെ എടപ്പാള് പുഞ്ചക്കുളിക്ക് വേണമെങ്കിൽ ഇത് 40 സെൻറ്റിമീറ്റർ വരെ ഉണ്ട് മണ്ണാഴം. അപ്പോൾ വിത്താഴം ചെന്നാൽ 10,000 നിറയും. വിത്താഴം ചെല്ലണമെങ്കിൽ ഇവിടെ ആഴമില്ല. അപ്പം ഇവിടെ നിങ്ങൾ എന്തൊക്കെ ഇനി ലോകത്തുള്ള യൂറിയും പൊട്ടാഷ്യം ഒക്കെ കൂടി കൊടുന്ന് ചെരിഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് ഫോസ്ഫേറ്റ് വളങ്ങൾ കൊടുന്ന് ചെരിഞ്ഞാലും ഇവിടെ കിട്ടുന്നതിനൊരു പരിധിയുണ്ട്. ആ പരിധിയായിരുന്നു നമ്മുടെ ഗ്രാമശാസ്ത്രത്തിൻ്റെ അറിവ്. മനസ്സിലായില്ലേ? അത് പണ്ട് കാലത്ത് വാര്യത്ത് ഇവിടെ ആളുകളുടെ പേരൊന്നും പറയില്ല, പല കൃഷി ഓഫീസർമാർ വന്നിട്ട് മണ്ണിൻ്റെ ശരിയാവും എന്നെ ചെയ്താൽ മതി. പക്ഷേ അവരതൊക്കെ ചെയ്തിട്ടും 2 മേനി പോലും വിളവ് കൂടിയില്ല. പക്ഷെ അവർക്ക് അറിയില്ല ഇവിടുത്തെ മേൽമണ്ണ് 10 സെൻറ്റിമീറ്ററുള്ളൂ. അത് കഴിഞ്ഞാൽ ഊഷരമായൊരു മഞ്ഞ മണ്ണാണ്, അതിലൊന്നുമില്ല, കാർബണും ഇല്ലൊരു മണ്ണാങ്കട്ടെ. ഇതാണ് രാമശാസ്ത്രം. അപ്പം ഞാൻ പറയുന്നത് അത് മാത്രം ശാസ്ത്രമായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നല്ല, പകരം അതിനെ കൂടി ചേർത്ത് വെച്ച് അതായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റോൺ. അതിൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യുമ്പോഴാണ് സമ്പന്നത കിട്ടുന്നത്. അത് ഇവിടുത്തെ സൂക്ഷ്മ കാലാവസ്ഥാ വ്യവസ്ഥകൾ, ആവാസ വ്യവസ്ഥകൾ, ഇവിടുത്തെ മനുഷ്യ കഥാനുഗായികളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പൂരിത ശാസ്ത്രമായിരുന്നു. അതിനെ ആധുനിക ശാസ്ത്രത്തോട് ചേർത്ത് വയ്ക്കാൻ ഇടയിലൊക്കെ നമ്മൾ വിട്ടുപോയി എന്നുള്ളതാണ് നമ്മുടെ ഗ്രാമത്തിൻ്റെ ദുരന്തം. ഇത് വികസന കാര്യത്തിലും അതെ. മനസ്സിലായി? നമുക്ക് വലിയ 4 കോടി രൂപ കുളത്തിന് പകരം കൈത വെച്ചിട്ടുള്ള തൊട്ടുവരമ്പുകൾ ആലോചിച്ച് നോക്കുന്നത് 1 ഇഞ്ച് ഇടിഞ്ഞു പോയി. മാത്രമല്ല അവിടുത്തെ വെള്ളത്തിലുള്ള ലെഡിനും കാറും മുഴുവൻ വലിച്ചെടുക്കും. പക്ഷെ കൈത പറ്റില്ല, നമുക്ക് കരിങ്കല്ലേ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ശാസ്ത്രം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുറേ ഗ്രാമശാസ്ത്രങ്ങൾ, ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഗ്രാമം ജീവിക്കാൻ പറ്റാത്ത ഇടമാക്കി മാറ്റുന്ന പ്രക്രിയയിൽ നമ്മൾ തന്നെ മുഖ്യ പങ്കാളിയാകേണ്ടി വരും, അറിഞ്ഞുകൊണ്ടും അറിയാതെ. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ കാളവണ്ടി യോഗക്കാരാണോ എന്ന് ചിലപ്പോൾ തെറ്റുവിടാം. അപ്പോൾ അതിനൊക്കെ സഹിച്ചും പുറത്താണ്. അപ്പോൾ ഞാൻ പറയട്ടെ, നാടൻ വിത്തുകൾ അയ്യോ വിളവ് കുറയും എന്ന് പറയണം. ഞാൻ ഇപ്പോഴും ചേറ്റാടി ചെയ്യുന്നതാണ്. നിങ്ങൾ അറിയേണ്ട വിളവിൻ്റെ വെച്ചം എന്താ വെച്ചാൽ 1 ഏക്കറിൽ 1250 കിലോ നെല്ല് കിട്ടി, 105 കെട്ട് വൈക്കോല് കിട്ടി. 105 കെട്ട് വൈക്കോല് 150 ഉറുപ്പ്യ, വില കുറഞ്ഞിട്ട് പോലും 150 ഉറുപ്പ്യയിട്ടാണ് കൊടുത്തത്. പടിഞ്ഞാക്കര ഷാജി പറഞ്ഞ ആൾക്ക് ഫാമിലിക്ക് ഓർഗാനിക് വൈക്കോൽ കൊടുത്തു. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് 105 കെട്ട് വൈക്കോലിന് ഏറ്റവും ചുരുങ്ങിയ 100 കെട്ടിന് 15,000 രൂപ കിട്ടും. 5 കെട്ടിന് 750. അപ്പോൾ 15,750 രൂപയുടെ വൈക്കോൽ 1 ഏക്കറിലുണ്ടായി. ഒപ്പം 1250 കിലോ നെല്ലുണ്ടായി. ഇതിൽ വേറെ ഒന്നും കൂടി അറിയണം നിങ്ങൾ, ഈ വൈക്കോൽ മുഴുവൻ ചാണകമായി തിരിച്ച് മണ്ണിൽ വരും. നേരെ മറിച്ച് നേരെ മറിച്ച് നിങ്ങൾക്ക് തന്ന നെല്ലുണ്ടല്ലോ, ഇതിൽ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പൗർണമി ഉണ്ടാക്കിയിട്ട് ഇതിൽ 15 ടൺ ഉണ്ടാവും. അല്ല സോറി, ഒരു 1500 കിലോ അല്ലെങ്കിൽ പക്ഷെ ആ 200 കിലോ ഭൂമിക്ക് നഷ്ടം നിങ്ങൾ സെപ്റ്റിക് ടാങ്കുകളിൽ അടച്ചിടാൻ വേണ്ടിയുള്ള സാധനമായി ഭൂമി ഊഷരമാക്കും. കൂടാതെ ഭൂമിയുടെ സമ്മർദ്ദങ്ങളിൽ നിങ്ങളുടെ യൂറിയായി, പൊട്ടാഷായി, ഗ്ലൈഫോസ്ഫേറ്റായി വന്നുകൊണ്ടേയിരിക്കും. ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ചേറ്റാടിക്ക് ചിറ്റാണി എന്നൊരു വിത്തിനൊരിക്കലും പറ്റുകില്ല മഹാവ്യാധിയും നിറണം. 800 വർഷം മുമ്പ് ലിഖിത രൂപങ്ങളുണ്ടായപ്പോൾ എഴുതിയിട്ടുള്ള പുസ്തകം കൃഷി ചെയ്ത അതൊക്കെ ഇത് മാനിഫെസ്റ്റോ ആണ്. നമ്മുടെ ഗ്രാമകൃഷിയുടെ ഗ്രാമജീവിതത്തിൻ്റെ മാനിഫെസ്റ്റോകളാണ്.